ഇവിടെ മരണത്തെ എത്രമാത്രം അപഹാസ്യമായിട്ടാണ് ഇവർ കാണുന്നത്, എത്രമാത്രം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനൊരു ഘട്ടത്തിലാണ് അവിടെ ഒരു മരണമുണ്ടായത്. ദയനീയമായ, ദാരുണമായ, നമുക്കെല്ലാം പ്രയാസമുണ്ടാക്കിയിട്ടുള്ളൊരു മരണമാണ്. ആ മരണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഓടിച്ചെന്ന് KPCCയുടെ ഉയർന്ന നേതൃത്വം തന്നെ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. KPCCയുടെ ഒരു ഉയർന്ന നേതാവ് രാത്രിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ ആകുമ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം മരണത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്താണ് പദ്ധതി? കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 9 വർഷമായി അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസും UDFും. അപ്പോൾ എങ്ങനെ ആ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയും? അതിന് ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു വിമോചന സമരത്തിൻ്റെ മാതൃകയിൽ ഒരു സമരം വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ആശമാരെ രംഗത്തിറക്കി ഒരു ഇടപെടൽ നടത്തിയത്. നിലമ്പൂരിൽ അതാണ് കണ്ടത്. ഇപ്പോൾ കോട്ടയത്തെ സംഭവത്തെ മുൻനിർത്തിയിട്ടും അതാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് കനകോലു ആവിഷ്കരിച്ച 2026 കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ അരങ്ങേറുന്നത് എന്ന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കനകോലുവിൻ്റെ ഇലക്ഷൻ തന്ത്രമൊന്നും കേരളത്തിൽ ഏസാൻ വേണ്ടി പോകുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കേരളത്തിൽ അതിശക്തമായി DYFI ഉയർത്തും എന്നാണ് പറയാനുള്ളത്.